സത്യപ്പെട്ടി വാര്യപുരം ഇശക്കിയമ്മൻ കോവിലിലെ ശാന്തിക്കാരനാണ് അരുമനയില്ലത്തെ ശങ്കരൻ നമ്പൂതിരി. തിരുമേനിക്ക് അടുത്ത ബന്ധുക്കളില്ല, വേലി കഴിച്ചിട്ടുമില്ല. ശങ്കരൻ നമ്പൂതിരിക്ക് നല്ല ഭക്ഷണം ഒത്തിരി ഇഷ്ടമാണ്. 3 നേരം ഭക്ഷണം കഴിക്കും. രാവിലെ ഇഡലിയാണെങ്കിൽ ഒരു 25 എണ്ണം കഴിക്കും. ദോശയാണെങ്കിലും അത്ര തന്നെ വേണം. ഉച്ചയൂണാണ് ബഹുകേമം. അമ്പലത്തിലെ നിവേദ്യച്ചോറ് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ആവില്ല. പായസം കൂടിയാലും എങ്ങുമെങ്ങും എത്തില്ല. പിന്നെ ഇല്ലത്ത് ചെന്ന് ചോറുണ്ടാക്കും. അഞ്ഞാഴി അരിയുടെ ചോറ് ഉപ്പിലിട്ടതും തൈരും കൂടിയായാൽ ബഹുകേമമായി. എന്നും തനിയെ പാചകം ചെയ്യുക, തനിയെ കഴിക്കുക, ഒരു കൂട്ടും സഹായവുമില്ല. എത്ര കാലം ഇങ്ങനെ കഴിയും? പലരും തിരുമേനിയോട് തിരക്കി. അതു ശരി തന്നെ, എത്ര കാലാന്ന് വെച്ചാ ഈ ജീവിതം? തിരുമേനിക്കും അങ്ങനെ തോന്നി തുടങ്ങി. കൂട്ടിനൊരാൾ വേണം. വേലി കഴിക്കാമെന്ന് തന്നെ തിരുമേനി തീർച്ചയാക്കി. പെട്ടെന്ന് തന്നെ വേലി നടന്നു. താത്രിക്കുട്ടി അന്തർജനം അരുമനയില്ലത്തെ അംഗമായി. ശങ്കരൻ നമ്പൂതിരിക്ക് ബഹുസന്തോഷവുമായി. ഇനിയിപ്പോൾ ശാന്തി കഴിഞ്ഞുവെന്ന് ഊണുകാലമാക്കേണ്ട. അകത്തുള്ളയാൾ ഒക്കെ പാചകം ചെയ്തു തരും. തനിയെ ദേഹണം ചെയ്യാതെ കഴിക്കുകയും ചെയ്യാം. തൃപ്തനായി രാവിലെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അന്നു രാവിലെ തന്നെ ഒരു ഗൃഹപ്രവേശന ചടങ്ങുണ്ട്. രാവിലെ ഭക്ഷണം അവിടെ നിന്നൊപ്പിക്കാം. അതുകൊണ്ട് രാവിലത്തെ പ്രാതൽ ഒഴിവാക്കി ഉച്ച ഊണിനുള്ള അരി അളന്ന് വേളിയെ ഏൽപ്പിച്ചു. കലവറയുടെ താക്കോൽ അന്തർജനത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ നമ്പൂതിരിക്ക് അത്ര സമ്മതമായിരുന്നില്ല. അവരുടെ കഴിവ് എത്രയാണെന്നറിയില്ലല്ലോ. 1.5 ഇടങ്ങഴി അരിയാണ് അളന്നു കൊടുത്തത്. നാഴി അന്തർജനത്തിന് 1.25 ഇടങ്ങഴി തനിക്കും. കുറെ പഴമിരിക്കുന്നത് അന്തർജനത്തിന് പ്രാതലും ആക്കാം. ഒട്ടൊരു കണക്ക് കൂട്ടലോടെ നമ്പൂതിരി ശാന്തിക്കായി പുറപ്പെട്ടു. ഉച്ചപൂജയും കഴിഞ്ഞു നട അടച്ചു. നിവേദ്യച്ചോറ് വളരെ കുറവായിരുന്നു. അത് മാല കെട്ടുന്ന കുട്ടികൾക്ക് കൊടുത്തതിനു ശേഷം നമ്പൂതിരി ഇല്ലത്തെത്തി. തൊടിയിൽ നിന്ന് തൂശനിലയും മുറിച്ച് കൈ കഴുകി ഉണ്ണാനിരുന്നു. കുറേ നേരമായിട്ടും അനക്കമൊന്നുമില്ല. ഇതെന്താ ഇത്? ഊണൊന്നുമില്ലേ? നമ്പൂതിരി വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് അന്തർജനം വന്ന് തല കാണിച്ചത്. ഇവിടെ ഊണൊന്നുമില്ല. അളന്നു തന്ന അരി എനിക്ക് പ്രാതലിന് തന്നെ തികഞ്ഞില്ല, അവർ പറഞ്ഞു. ശങ്കരൻ നമ്പൂതിരി അന്തം വിട്ടു. 1.5 ഇടങ്ങഴി അരി ഒരാൾക്ക് പ്രാതലിന് തന്നെ തികഞ്ഞില്ലാത്രേ. ശിവ, അപ്പോൾ ഉച്ചയ്ക്ക് എന്താവും കഴിക്കുക? അയ്യയ്യോ, അയാൾക്കത് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. ശങ്കരൻ നമ്പൂതിരിക്ക് വേവലാതിയായി. എന്തു ചെയ്യും? വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ. നമ്പൂതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് നടക്കാൻ തുടങ്ങി. ഇങ്ങനെ കഴിക്കാനുള്ള വക തൻ്റെ വീതത്തിലില്ല. പറമ്പിലെ തേങ്ങയും കുരുമുളകും ഒക്കെ കൊണ്ട് തട്ടിയും മുട്ടിയും കാര്യങ്ങൾ നടക്കുമെന്നേ ഉള്ളൂ. ഇനി എന്താ ഒരു വഴി? അയാൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടാൻ തുടങ്ങി. പല ദിവസങ്ങളിലും അയാൾക്ക് കൂട്ട് പട്ടിണിയായി. എന്നിട്ടും അന്തർജനത്തിൻ്റെ തീറ്റി കുറഞ്ഞില്ല. ഗത്യന്തരമില്ലാതെ ശങ്കരൻ നമ്പൂതിരി ഒരു ദിവസം എങ്ങോട്ടെന്നറിയാതെ പുറപ്പെട്ടു. ചെന്നെത്തിയത് ഒരുപാട് അകലെയുള്ള ഒരു കുന്നിൻ്റെ അടിവാരത്തിലാണ്. കുന്നിൻ മുകളിൽ നിന്ന് ദേവീസ്തുതികൾ ഒഴുകി വരുന്നുണ്ടായിരുന്നു. അയാൾ വലിഞ്ഞ് മുകളിലേക്ക് കയറി. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അയാൾ എത്തി. അയാൾ 41 ദിവസം നിരാഹാരവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രി നമ്പൂതിരിക്ക് സ്വപ്നത്തിൽ ദേവി ദർശനമുണ്ടായി. അയാൾ ഉള്ളുരുകി തൻ്റെ അവസ്ഥ ദേവിയെ അറിയിച്ചു. അയാളുടെ സങ്കടത്തിൽ മനസ്സലിഞ്ഞ ദേവി അയാൾക്കൊരു പെട്ടി സമ്മാനിച്ചു. വിശക്കുമ്പോൾ ഈ പെട്ടി തുറക്കുക. ശങ്കരൻ നമ്പൂതിരിക്ക് ആശ്വാസമായി. അതിരറ്റ സന്തോഷത്തോടെ അയാൾ പെട്ടിയുമായി ഇല്ലത്തേക്ക് ഓടി. പെട്ടിക്കകത്തെന്താ, കഴിക്കാൻ വല്ലതുമാണോ? നമ്പൂതിരിയെ കണ്ടതും വേളി ചാടി വീണു ചോദിച്ചു. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. പോയി കൈ കഴുകി വരൂ. അന്തർജനം സന്തോഷത്തോടെ കൈ കഴുകി വന്നു. എന്നിട്ട് 2 പേരും ചമ്രം പടഞ്ഞിരുന്നു. നമ്പൂതിരി അന്നപൂർണയെ ധ്യാനിച്ച് പെട്ടി തുറന്നു. എന്താ കഥ? പെട്ടിയിൽ നിന്ന് 2 ചെറിയ മനുഷ്യർ ഇറങ്ങി വന്നു. പെട്ടെന്നവർ വളർന്നു വലുതായി. ഒരാൾ 2 ഇല അവരുടെ മുമ്പിൽ വച്ചു. പിന്നെ ചോറും സാമ്പാറും പപ്പടവും ഉപ്പിലിട്ടതും അവിയലും തോരനും ഒക്കെ ഇലയിൽ നിരന്നു. ഒടുവിൽ പാൽപ്പായസവും അവർ വിളമ്പി. മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ച് നമ്പൂതിരിയും വേളിയും കൈ കഴുകാൻ എഴുന്നേറ്റപ്പോൾ വിളമ്പുകാർ പെട്ടിയിലേക്ക് മടങ്ങിപ്പോയി. പെട്ടി തനിയെ അടയുകയും ചെയ്തു. അന്തർജനവും നമ്പൂതിരിയും വളരെ സന്തുഷ്ടരായി.
പിറ്റേന്ന് മുതൽ ഒന്നും അറിയേണ്ട. ഭക്ഷണ സമയത്ത് പെട്ടി തുറക്കുക. പ്രഭാതത്തിലാണെങ്കിൽ ദോശയോ ഇഡലിയോ കിട്ടും. ഉച്ചയ്ക്ക് സദ്യ. എന്ത് വേണമെങ്കിലും കിട്ടും. മുടങ്ങാതെ ഭക്ഷണം കിട്ടിയിട്ടും നമ്പൂതിരി ശാന്തി പണി മുടക്കിയില്ല. ഭക്ഷണം ആവശ്യത്തിന് കിട്ടുമെന്നായപ്പോൾ അന്തർജനത്തിൻ്റെ ആർത്തിയും കുറഞ്ഞു. അളവ് സാധാരണ മനുഷ്യർ കഴിക്കുന്നത് പോലെയായി. താമസിയാതെ അയാൾക്ക് ഒരു ഉണ്ണി പിറന്നു. കുട്ടിയുടെ നൂലുകെട്ട് ഗംഭീരമാക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ നാടുവാഴുന്ന തമ്പുരാനെയും ക്ഷണിച്ചു. തമ്പുരാൻ ആ ക്ഷണം തള്ളിക്കളഞ്ഞില്ല. ബ്രാഹ്മണശാപം കിട്ടിയാലോ? തമ്പുരാനും പരിവാരങ്ങളും നാട്ടുപ്രമാണിമാരും എല്ലാം നൂലുകെട്ടിനെത്തി. നമ്പൂതിരി എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. വന്നവർ തിക്കും പൊക്കും നോക്കി. അവിടെയെങ്ങും സദ്യയ്ക്കുള്ള ഒരുക്കമൊന്നും കാണാനില്ല. അപമാനിക്കാനാണോ ഈ ക്ഷണം? തമ്പുരാൻ അരിശത്തോടെ ചിന്തിച്ചു. പരിവാരങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി. ഏതായാലും ഊണിന് സമയം വരെ ക്ഷമിക്കാം അവർ തീരുമാനിച്ചു. എല്ലാവരും കൈകഴുകി അകത്തേക്ക് വരാൻ ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞു. സംശയത്തോടെ അവർ അകത്ത് കടന്ന് ഉണ്ണാനിരുന്നു. അരുമന പട്ടിൽ പൊതിഞ്ഞ ഒരു പെട്ടി തമ്പുരാന്റെ മുന്നിൽ വെച്ചു. എന്താണത്? അവർക്കൊന്നും മനസ്സിലായില്ല. അയാൾ ദേവിയെ ധ്യാനിച്ച ശേഷം പെട്ടി തുറന്നു. എല്ലാവരുടെയും ശ്രദ്ധ പെട്ടിയിലായി. അവർ അത്ഭുത പരതന്ത്രരായി. പെട്ടിക്കുള്ളിൽ നിന്ന് ചടപടാന്ന് ചെറു മനുഷ്യർ ഇറങ്ങുന്നു. അവർ പെട്ടെന്ന് വലുതാവുന്നു. ഇല നിരത്തുന്നു. കറികൾ വിളമ്പുന്നു. ഒടുവിൽ പാലട പ്രഥമൻ കൂടി വിളമ്പിയ ശേഷം അവർ പെട്ടിക്കകത്ത് കയറിപ്പോയി. തമ്പുരാനും കൂട്ടരും നോക്കിയിരിക്കുമ്പോൾ തന്നെ പെട്ടി അടയുകയും ചെയ്തു. സദ്യ കഴിഞ്ഞ് പോരാൻ നേരം തമ്പുരാൻ നമ്പൂതിരിയോട് പറഞ്ഞു, സദ്യ കേമമായി. പിന്നെ അരുമനയ്ക്കിപ്പോൾ എന്തിനാ ഇത്തരമൊരു പെട്ടി? അത് നമുക്കിങ്ങ് തരിക. കൊട്ടാരത്തിൽ 100 കണക്കിന് ആളുകൾ ഉണ്ണാനുള്ളതല്ലേ. ശങ്കരൻ നമ്പൂതിരി വല്ലാതെ വെട്ടിലായി. നാടുവാഴിയല്ലേ, എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? കൊടുത്താൽ ഇല്ലത്തെ ഭക്ഷണകാര്യം തിത്തിത്തേ അവതാളത്തിലായി. ഒന്നും നോക്കാനില്ല, നിങ്ങൾക്കുണ്ണാനുള്ള വക കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയച്ചിരിക്കും, തമ്പുരാൻ കൽപ്പിച്ചു. കൂടുതലൊന്നും ആലോചിക്കാതെ പെട്ടി തമ്പുരാന്റെ പല്ലക്കിലെടുത്ത് വെച്ചു. പല്ലക്ക് നീങ്ങിയപ്പോൾ അന്തർജനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നമ്പൂതിരിയാകട്ടെ ആരും കാണാതെ മേൽമുണ്ടുകൊണ്ട് കണ്ണീർ തുടച്ചു. കുറെ കാലം കഴിഞ്ഞു ശാന്തിക്കാരൻ നമ്പൂതിരിക്കും കുടുംബത്തിനും കഴിയാനുള്ള വക കൊട്ടാരത്തിൽ നിന്ന് കുറെ നാൾ കിട്ടി. പിന്നീട് അത് തീർത്തും ഇല്ലാതായി. തമ്പുരാന്റെ മുമ്പിൽ പരാതിയുമായി ചെന്ന ശങ്കരൻ നമ്പൂതിരിയെ തമ്പുരാൻ ശകാരിച്ച് പുറത്താക്കി. അരുമനയില്ലം വീണ്ടും പട്ടിണിയിലായി. നിവേദ്യച്ചോറ് ആ 3 അംഗ കുടുംബത്തിന് തികയാതെയായി. അന്നപൂർണേശ്വരിയോട് പരാതി പറയുക തന്നെ. അരുമന വീണ്ടും കുന്നിൻ മുകളിലേക്ക് യാത്രയായി. അതികഠിനമായ തപസ്. ഒടുവിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. ശങ്കരൻ നമ്പൂതിരി പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് മനസ്സലിഞ്ഞ ദേവി അയാൾക്ക് മറ്റൊരു പെട്ടി നൽകി. എന്നിട്ട് അരുളി ചെയ്തു, തമ്പുരാനെ വീണ്ടും ക്ഷണിക്കുക. തമ്പുരാന്റെ മുന്നിൽ നിന്ന് മാത്രം പെട്ടി തുറക്കണം. ഓർക്കുക, തമ്പുരാന്റെ മുന്നിൽ നിന്ന് മാത്രം, അതിനു മുമ്പ് തുറക്കരുത്. പെട്ടിയുമായി എത്തിയ നമ്പൂതിരിയെ കണ്ടപ്പോൾ അന്തർജനത്തിന്റെ വിശപ്പ് ഇരട്ടിച്ചു. പെട്ടി തുറക്കാനൊരുങ്ങിയ അന്തർജനത്തെ നമ്പൂതിരി തടഞ്ഞു. അയാൾ തമ്പുരാനെ വിവരമറിയിച്ചു. കുട്ടിയുടെ പിറന്നാളാഘോഷമാണ്. തിരുമനസ് കാലെ കൂട്ടി എഴുന്നള്ളണം. തമ്പുരാന് സന്തോഷമായി. വീണ്ടും പെട്ടി കിട്ടിക്കാണും. ആ പെട്ടിയും കൈക്കലാക്കണം, തമ്പുരാൻ കരുതി. തമ്പുരാനും പരിവാരങ്ങളും അരുമനയില്ലത്തെത്തി. നമ്പൂതിരിയോട് വളരെ സ്നേഹത്തിൽ കുശലാന്വേഷണം നടത്തി. കുട്ടിയെ ലാളിച്ച് പിറന്നാൾ സമ്മാനമായി 101 പൊൻപണവും നൽകി. ഊണിന് സമയമായി. എല്ലാവരും ഉണ്ണാനിരുന്നു. ശങ്കരൻ നമ്പൂതിരി പുതിയ പെട്ടി പുറത്തെടുത്തു. തമ്പുരാന്റെ മുന്നിൽ വെച്ച് ഒരു നിമിഷം ദേവിയെ ധ്യാനിച്ച് പെട്ടി തുറന്നു. പെട്ടിയിൽ നിന്ന് കുറെ കൊച്ചു കൊച്ചു രൂപങ്ങൾ പുറത്തേക്കിറങ്ങി. പെട്ടെന്നവർ വലുതായി. അവരെന്താണ് വിളമ്പുക? ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തു. പെട്ടിയിൽ നിന്നിറങ്ങിയവർ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് തമ്പുരാനും ശിങ്കിടികൾക്കും നല്ല പൊരിഞ്ഞ അടി നൽകി. അവർ അടികൊണ്ട് പിടഞ്ഞു. അയ്യോ, ഇനി ഞങ്ങളെ അടിക്കല്ലേ! അവർ വാ വിട്ടു കരഞ്ഞു. പെട്ടി തിരിച്ചു കൊടുത്തേക്കൂ, പെട്ടി തിരിച്ചു കൊടുത്തേക്കൂ, അവർ തമ്പുരാനോട് ആക്രോശിച്ചു. ജീവനും കൊണ്ടോടിയ തമ്പുരാൻ കൊട്ടാരത്തിലെത്തി. പുറകെ പെട്ടി മനുഷ്യരും ഉണ്ടായിരുന്നു. തിടുക്കത്തിൽ അദ്ദേഹം ഭക്ഷണമുറിയിലേക്ക് ഓടുന്നത് കണ്ട് തമ്പുരാട്ടി കാര്യമറിയാതെ പകച്ചു നിന്നു. എന്താ കാര്യം? തമ്പുരാട്ടിയോടൊന്നും പറയാതെ പെട്ടിയും എടുത്ത് തമ്പുരാൻ പുറത്തേക്കോടി. തിരിഞ്ഞു നിൽക്കാൻ നേരമില്ല. ഇരുമ്പുവടി മേത്തു വീഴും.
തമ്പുരാൻ പെട്ടി ശാന്തിക്കാരന് തിരികെ നൽകിയിട്ട് മാപ്പ് പറഞ്ഞു. ഇരുമ്പുവടിയുമായി വന്നവർ ചെറുതായി പുതിയ പെട്ടിയിലേക്ക് തിരിച്ചുപോയി. ശാന്തിക്കാരൻ സന്തോഷത്തോടെ ദേവിയെ ധ്യാനിച്ച് പെട്ടിയുമായി തിരികെ പോയി. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഥകളെല്ലാം കേൾക്കാനും ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ബൈ.